ഇത്തവണ എല്ലാവരും പാസ്സാകില്ല. ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ സംഭവം സത്യം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇപ്പൊ വരാൻ പോകുന്ന നമ്മളുടെ ഓണം എക്സാമിനെ അളക്കുന്നത് 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം വെച്ചിട്ടായിരിക്കും. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മളുടെ ഈ വർഷത്തെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈവൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷനാണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തേ മതിയാവും. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ചെറിയ ചെറിയ ലീനൻസി ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ വർഷം നമുക്കത് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോ അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് പഠിച്ചവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നല്ലോണം റിവൈസ് ചെയ്തു, ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് മിസ്സേ എന്ന് പറയുന്നവർ താഴെ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മളുടെ കയ്യിൽ അധിക ദിവസമില്ല. കഷ്ടി നമ്മുടെ കയ്യിൽ ഒരു 15 days ആണുള്ളത്, അതായത് ഒരു 2 ആഴ്ച. ഓക്കെ, 20ാം തീയതി നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ എക്സാം ഹോളിൽ ചെന്ന് ഇരിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് പഠിക്കായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളൊന്നും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു 15 days നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് തീർക്കാൻ പറ്റും. കാരണം എന്താണ്, ഓണം എക്സാം നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. രണ്ട് ചാപ്റ്ററൊക്കെ വെച്ചിട്ടാണ് മെജോറിറ്റി സബ്ജക്റ്റിലുള്ളത്. സോഷ്യൽ മാത്സ് പോലത്തെ കാര്യങ്ങളിലാണ് 3 or 4 ചാപ്റ്റർ വരുന്നത്. എന്നാലും നിങ്ങൾ വിചാരിച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയുള്ള സമയമെങ്കിലും നിങ്ങൾ വർക്ക് ഹാർഡ് എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു മോട്ടീവായിട്ട് തന്നെ എടുക്കുക. കാരണം കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. സോ എന്താണ് ഈ ഓണം എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ്? കൊല്ലം തുടങ്ങിയിട്ടല്ലേലോ, ഫൈനൽ എക്സാം ഒന്നും അല്ലല്ലോ, പഠിക്കണ്ടല്ലോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ മക്കളെ, ഈ 2 ചാപ്റ്റർ ഇപ്പം നിങ്ങൾ സെറ്റാക്കി പോയാൽ മാത്രമേ മുന്നോട്ടേക്ക് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സാമ്പിൾ ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന കണ്ടന്റ് കൂടുതലുള്ള ചാപ്റ്റേഴ്സാണ്. ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ടാവും, പല രീതിയിൽ പഠിക്കാനുണ്ടാവും, തല കുത്തി നിന്ന് പഠിക്കേണ്ടി വരും, ഉറക്കമില്ലാതെ പഠിക്കേണ്ടി വരും. അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ആദ്യം ഉഴപ്പിക്കഴിഞ്ഞാൽ ഇത് പഠിക്കാനുള്ള സമയം കൂടി നിങ്ങൾ അവിടെ കാണണം. ഓക്കെ, ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് കറക്റ്റ് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഓണം എക്സാമിന് തീർക്കുക, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ ക്രിസ്മസ് എക്സാമിന് തീർക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ എക്സാം എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും പാസ്സാവില്ല അല്ലേ, പണ്ടത്തെ പോലെ ഓൾ പാസ് അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോറ്റു പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, സോ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള ഒരു 15 days നമ്മൾ എജുപോർട്ടിന് അറിയാം, ഇത് നിങ്ങളുടെ ക്രൂഷ്യൽ ഡേയ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണെന്നുള്ളത്. ആ ഒരു ക്രൂഷ്യൽ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മനസ്സിലേക്ക് ആ ഒരു ഫിയർ ഇരുന്നോട്ടെ, നമ്മൾ പേടിച്ചിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ, ആ ഒരു ഫിയർ ഇരുന്നോട്ടെ. ആ ഫിയർ വരുമ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫയർ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ നിന്ന് ഈ ഒരു 15 days നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ എജുപോർട്ട് റെഡിയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ ഓണം എക്സാമിന് സ്പെഷ്യലായിട്ട് ഒരു എക്സ്ക്ലൂസീവ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൽ കയറി ആ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഈ ഒരു എക്സാമിന് വേണ്ട മൈക്രോബിറ്റ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അനാവശ്യത്തിന് ഉപയോഗിക്കരുത്. ഓക്കെ, നോട്ട്സ്, PYQ, മോഡൽ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സമ്മറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് അതിൽ ലഭിക്കും. ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള 15 days എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടും, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സീക്രറ്റ്സ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് നമുക്കിതാ August 4ാം തീയതി കൃത്യം 7:30 നമ്മളുടെ ചാനലിൽ ഒരു ലൈവ് നടക്കുന്നുണ്ട്. ഇതിന് എൻ്റെ മക്കൾ എല്ലാവരും വരാം. ഓക്കെ, ഇനി നമുക്ക് ഉഴപ്പാൻ ടൈമില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഈ ഒരു ഓണം എക്സാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് നമ്മൾ ഒന്നിച്ച് പൊരുതി ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങും. അപ്പോൾ ഈ ഒരു 15 days മതി നമുക്ക് ഓണം എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കാൻ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈവിലൊക്കെ വരാൻ വേണ്ടി പോവാണ്. അതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീക്രറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടും ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ചാനലിലേക്ക് ഓടി വരാം, August 4ാം തീയതി. ഓക്കെ, അപ്പോൾ എല്ലാവരും വരുമെന്നുണ്ടെങ്കിൽ റെഡി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാം.